ഞാനിന്ന് കാടമുട്ട മസാലയാണ് ഉണ്ടാക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ കുറച്ച് കാടമുട്ട പുഴുങ്ങാനായിട്ട് വെക്കുകയാണ്. അതിനുശേഷം അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി മാറ്റി വെക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കണം. അതിനായിട്ട് കടുക് പൊട്ടിച്ചിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ കൂടി നന്നായിട്ട് വഴറ്റുക. അത് വഴണ്ടി വരുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിതിൽ ഒരുപാട് എരിവ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പച്ചമുളകും ചേർക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നന്നായിട്ട് ചേർക്കാം. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ചേർക്കണം. അതിനായിട്ട് നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയുമാണ് ചേർക്കുന്നത്. ഇത്രയിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കാടമുട്ടയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.